രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ബജറ്റിൽ ജനങ്ങളെ വലിയ തരത്തിൽ നിരാശപ്പെടുത്തിയ ഒരു പ്രഖ്യാപനം ഉണ്ടായത് ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയ്ക്ക് തന്നെ കാരണമായ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി സർക്കാർ എടുത്ത ആരോഗ്യകരമായ ചില തീരുമാനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ അവരുടെ പ്രകടന പത്രികയിൽ, ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞത് തങ്ങളെ വീണ്ടും അധികാരത്തിലെത്തിച്ചാൽ ക്ഷേമ പെൻഷൻ 2500 ആക്കി വർദ്ധിപ്പിക്കുമെന്ന്. 1600 രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തു തുടങ്ങിക്കൊണ്ടുള്ള രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4 വർഷം പിന്നിടുമ്പോഴാണ് ഈ 1600 രൂപയിൽ നിന്നും 400 രൂപ വർദ്ധിപ്പിച്ച് 2025 നവംബർ മുതൽ അവരുടെ പെൻഷൻ നാമമാത്രമായി വർദ്ധിപ്പിക്കാൻ ഒരു തീരുമാനമെടുത്തത്. ജനങ്ങൾക്ക് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പ്രതിമാസം 2500 രൂപ 60 മാസം കൊടുക്കും എന്നാണ് സ്വാഭാവികമായി ജനങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിൽ 4.25 വർഷം എടുത്തു ഈ 1600 രൂപ 2000 രൂപ ആക്കാൻ. എങ്കിൽ കൊടുത്ത വാഗ്ദാനം പൂർത്തീകരിക്കാൻ അവസാന ബജറ്റിൽ പോലും സംസ്ഥാന സർക്കാർ പരാജയപ്പെടുന്നു എന്നത് പ്രകടന പത്രികയ്ക്ക് ഇടതുമുന്നണി കൊടുക്കുന്ന വിലയിൽ പോലും മറ്റൊരു തരത്തിൽ ജനങ്ങൾ ചിന്തിക്കാൻ പ്രേരണമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കൂ, പ്രകടന പത്രികകൾക്ക് കേരളീയ പൊതുസമൂഹം വലിയ തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഓരോ 5 വർഷക്കാലവും അധികാരത്തിൽ ഇരുന്ന ആളുകളുടെ ചില പോരായ്മകളെ തിരിച്ചറിഞ്ഞ് ജനം ചില ശിക്ഷകൾ കൊടുക്കുവാൻ കഴിഞ്ഞ നാളുകൾ തയ്യാറായത്. കോവിഡ് കാലത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ജനങ്ങളെ കൂടെ നിർത്തുവാൻ പിണറായി സർക്കാർ വിജയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ക്ഷേമ പെൻഷനും മറ്റും പടിപടിയായി വർദ്ധിപ്പിക്കുമെന്നുള്ള അവരുടെ പ്രഖ്യാപനത്തെ പൂർണ്ണമായും വിശ്വസിച്ച കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് 2500 രൂപ വീതം എന്ന് പറഞ്ഞാൽ ഏകദേശം 65 ലക്ഷത്തോളം വരുന്ന മലയാളികൾക്ക് 2500ഓളം രൂപ ഞങ്ങൾ കൊടുക്കും എന്നുള്ള വാഗ്ദാനം പാലിക്കാൻ കഴിയാതെ പോയ ഈ സർക്കാർ ഇതിൻ്റെ പേരിൽ വലിയ ശിക്ഷയ്ക്ക് വിധേയമായാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല.